നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാവിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് യൂറോപ്യൻ ടൂറിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. യൂറോപ്യൻ വിനോദസഞ്ചാരികൾ പ്രധാനമായും സന്ദർശിക്കുന്ന ചില പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കാണ് ഞങ്ങളും പോയത്. 2014 മാർച്ച് മാസത്തിൽ സോമൻസ് ടൂർ പാക്കേജാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ആ തീരുമാനം ഒട്ടും തെറ്റിയില്ല എന്ന് ടൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. നല്ല താമസവും ഭക്ഷണവും ഒക്കെ ആയിരുന്നു. മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിലുള്ളവരെല്ലാം വളരെ നല്ല കമ്പനിയായിരുന്നു. അവരുമായുള്ള സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു. പാരീസ്, ഫ്രാൻസ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഐഫൽ ടവർ, ലൂവർ മ്യൂസിയം, നോട്ടർഡാം കത്തീഡ്രൽ, സെൻ നദിയിൽ കൂടിയുള്ള ബോട്ട് യാത്രകൾ എന്നിവയാണ്. ഐഫൽ ടവർ ലോകപ്രശസ്തമായ ഒരു സിംബോളിക് സ്മാരകമാണ്. ഇതിൻ്റെ രൂപഭംഗിയും ശില്പഭംഗിയും പ്രശംസ അർഹിക്കുന്നു. ദിവസവും ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുകയും ഫോട്ടോകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലൂവർ മ്യൂസിയത്തിൽ മൊണാലിസ ഉൾപ്പെടെ അനേകം കലാസൃഷ്ടികൾ നമുക്ക് കാണാൻ കഴിയും. നോട്ടർഡാം കത്തീഡ്രൽ ഒരു മനോഹരമായ ശില്പകലയുടെ ഉദാഹരണം കൂടിയാണ്. അവിടെയെല്ലാം കലയും ആർക്കിടെക്ചറും ഒത്തുചേരുന്ന മനോഹരമായ ദൃശ്യ സമന്വയം നമുക്ക് കാണുവാൻ കഴിയും. റോമും ഇറ്റലിയും. റോം ഇറ്റലിയുടെ തലസ്ഥാനമാണ്. ഇറ്റേണൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന റോം പുരാതന യൂറോപ്യൻ സംസ്കാരത്തിൻ്റെയും ക്രൈസ്തവ ചരിത്രത്തിൻ്റെയും കേന്ദ്രബിന്ദുവാണ്. വളരെ പഴക്കം ചെന്നതും എന്നാൽ അതുപോലെ ആധുനികതയും നിറഞ്ഞതാണ് ഈ നഗരം. ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ കാണാൻ ഞങ്ങൾ പോയിരുന്നു. കൊളോസിയം പുരാതന റോമൻ ആംഫി തിയേറ്ററാണ്. ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ നടന്ന ലോകപ്രശസ്ത വേദി കൂടിയാണ് ഇവിടം. ഒരു വൻ ശില്പകലയുടെയും എഞ്ചിനീയറിംഗ് അത്ഭുതത്തിൻ്റെയും ഉദാഹരണമാണിത്. റോമൻ ഫോറം. പുരാതന റോമിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ഹൃദയം ഇവിടെയാണ്. പുരാതന ക്ഷേത്രങ്ങളും അതിൻ്റെ വിവരണവും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രക്കുറിപ്പുകളും ഒക്കെ ഇവിടെ കാണാൻ കഴിയും. പാൻതിയോൺ 2000 വർഷങ്ങളിലേറെ പഴക്കമുള്ള പുരാതന കത്തോലിക്ക ദേവാലയമാണിത്. അതിൻ്റെ വലിയ ഡോം ആകൃതിയും ശില്പകലയും ആരെയും അതിശയിപ്പിക്കും. ട്രെവി ഫൗണ്ടൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഫൗണ്ടനുകളിൽ ഒന്നാണിത്. അവിടെ നാണയമെറിഞ്ഞാൽ വീണ്ടും റോമിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലുമെന്നാണ് വിശ്വാസം. പിസ നവോന, സ്പാനിഷ് സ്റ്റെപ്സ് മുതലായ നിരവധി ഭംഗിയേറിയ ഐതിഹാസിക സ്ഥലങ്ങൾ ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഇറ്റലി കലയും ചരിത്രവും വിഭവസമൃദ്ധിയുമുള്ള യൂറോപ്പിൻ്റെ ദക്ഷിണ ഭാഗത്തുള്ളൊരു രാജ്യമാണ് ഇറ്റലി. ഫാഷൻ, ഫുഡ്, ഫുട്ബോൾ, ഫിലോസഫി, റോമൻ സിവിലൈസേഷൻ എന്നിവയുടെ ജന്മനാട് കൂടിയാണിവിടം. കലയും സാംസ്കാരികവുമുള്ള മറ്റ് നഗരങ്ങൾ ആണ് ഫ്ലോറൻസ്, വെനീസ്, മിലാൻ, നാപ്പിൾസ് തുടങ്ങിയവ. വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രമാണ് വത്തിക്കാൻ. റോമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇത്. പാപ്പയുടെ വാസസ്ഥലവും റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനവും കൂടിയാണിത്. ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഒന്നാണിത്. മൈക്കൽ ആഞ്ചലോയുടെ ശില്പങ്ങൾ, അലങ്കാരങ്ങൾ, ചുവർ ചിത്രങ്ങൾ എന്നിവ കൊണ്ട് വളരെ പ്രശസ്തമാണിവിടം. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ ഇത് അത്യധികം മനോഹരമായ വെളിപാടുള്ള തുറസായ ഒരു പ്രാർത്ഥനാ സ്ഥലം ആണിത്. പാപ്പ പൊതുസഭകളിലേക്ക് ജനങ്ങൾക്കായി ഇവിടെയാണ് ഒത്തുചേരുന്നത്. സിസ്റ്റൈൻ ചാപ്പൽ മൈക്കൽ ആഞ്ചലോ പെയിൻറ് ചെയ്ത ചിത്രങ്ങൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ക്രിയേഷൻ ഓഫ് ആദം, ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്ന ചിത്രങ്ങളും ഈ ചാപ്പലിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് ഇവിടെയാണ് നടക്കുന്നത്. ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലം മാർച്ച് മുതൽ ജൂൺ വരെയാണ്, അല്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ നവംബർ വരെയും. അല്പം തണുപ്പുള്ള സുഗമമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. വത്തിക്കാൻ ഗാർഡൻസും ഗ്രോട്ടോസും വിശ്രമത്തിന് അനുയോജ്യമായ മനോഹരമായതും ആധ്യാത്മിക തുളുമ്പുന്നതുമായ സുന്ദരമായ പൂന്തോട്ടങ്ങൾ ആണിവിടെയുള്ളത്. ഗ്രോട്ടോസ് എന്നത് പാപ്പന്മാരുടെ ശവകുഴികൾ സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. അപ്പോസ്റ്റലിക് പാലസ് പാപ്പയുടെ ഔദ്യോഗിക വസതിയാണിത്.
ഇവിടെ സന്ദർശകർക്കുള്ള പ്രവേശനം പരിമിതമാണ്. ഇവിടുത്തെ കലയും ചരിത്രവും മനസ്സിലാക്കാൻ ഒരു ഗൈഡ് ടൂർ ഉചിതമാണ്. വത്തിക്കാനിലെ അനുഭവം സാംസ്കാരികവും ആത്മീയവുമായ ആഴമുള്ള ഒരു അനുഭവമായിരുന്നു. ജർമ്മനി. ഹെർഡൻബർഗ് കാസിൽ, സ്വറ്റ്സ്വാൾഡ് പോലെയുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് വളരെ സുപ്രധാന കേന്ദ്രങ്ങളാണിതൊക്കെ. അവിടെ വെച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആർത്തിയോട് ഞങ്ങൾ എല്ലാവരും കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. പ്ലേറ്റിൽ കേക്കൊക്കെ വിളമ്പി കൊതിയോട് കഴിക്കുവാൻ തുടങ്ങി. ഒരു സ്പൂൺ വായിൽ വെച്ചതും എല്ലാവരും തമ്മിൽ തമ്മിൽ കണ്ണുകളിൽ നോക്കാൻ തുടങ്ങി. മധുരത്തിൻ്റെ ഒരു കണിക പോലും ആ കേക്കിനുണ്ടായിരുന്നില്ല. വല്ലവിധേനയും കാശ് പോയല്ലോ എന്ന് ആലോചിച്ച് 1-2 സ്പൂൺ കഴിച്ച് എല്ലാവരും പ്ലേറ്റ് നീക്കി വെച്ചു. കുക്കു ക്ലോക്ക് ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിവിടെ. ഞങ്ങളെല്ലാവരും അവിടെയൊക്കെ പോയി ക്ലോക്ക് വാങ്ങുകയും ചെയ്തു. ഇവിടുത്തെ സ്പെഷ്യൽ ടർക്കി മീറ്റ് വളരെ നല്ലതാണെന്ന് എല്ലാവരും നിർദ്ദേശിച്ചു. ഇത് മുന്നിൽ വിളമ്പിയതോടെ എല്ലാവർക്കും ആവേശമായി. കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു മൽപ്പിടുത്തം ആവശ്യമാണെന്ന് മനസ്സിലായത്. അങ്ങനെ അതും സ്വാഹ. എങ്ങനെയുണ്ട്? വിവരണം ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം. ഇനി അടുത്ത എപ്പിസോഡിൽ യൂറോപ്യൻ ടൂറിൻ്റെ മറ്റു ഭാഗങ്ങളുമായി കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.